قال الله تعالى في قرآنه الكريم وقل رب أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا وقل جاء الحق وزهق الباطل إن الباطل كان زهوقا صدق الله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തി എടുക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. കഴിഞ്ഞ 2 ഖുതുബകളിലായി പലായനങ്ങളെ സംബന്ധിച്ച് സവിസ്തരം നിങ്ങളോട് പറയുകയുണ്ടായി. അബ്സീനിയൻ പലായനവും മദീന പലായനവും മുസ്ലിം സമുദായം മദീന പലായനത്തെ മനസ്സിലാക്കി വച്ചിട്ടുള്ളത് ശത്രുക്കളുടെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ സ്വഹാബിമാരും മക്ക വിട്ട് മദീനയിലേക്ക് പോയി എന്നാണ്. അഥവാ ഒരു അഭയ കേന്ദ്രം, ഒരു ഒളിച്ചോട്ടം, രക്ഷപ്പെടൽ നടത്തി എന്നാണ് പലായനവുമായി ബന്ധപ്പെട്ട മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവായ ഒരു ധാരണ. എന്നാൽ കൃത്യമായ ആസൂത്രണം, കൃത്യമായ മുന്നൊരുക്കം, അഥവാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു വിഷൻ ഉണ്ടായിരുന്നു. ആ വിഷന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പലായനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സ്വഹാബിമാരും പലായനം ചെയ്തത്. ഞാനിവിടെ ഊതിവച്ച ആയത്ത് കഴിഞ്ഞ ഖുതുബയിലും പാരായണം ചെയ്ത ഒരായത്താണ്. ഈ സന്ദർഭത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഒന്നുകൂടി അതിൻ്റെ അർത്ഥം, അതിന് താഴെയുള്ള ആയത്തിൻ്റെയും അർത്ഥം, ആശയം ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലായനം ചെയ്യുന്നതിന് മുമ്പ് അവതരിച്ച ആയത്തുകളാണ് ഈ 2 ആയത്തുകളും. സൂറത്ത് അൽ ഇസ്രായിലെ 80-ാമത്തെയും 81-ാമത്തെയും ആയത്തുകളാണ്. പലായനം ചെയ്യുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് ഇപ്രകാരം പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ഖുൽ, പ്രവാചകരെ താങ്കൾ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പ്രഖ്യാപിക്കുക. റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ, ഞാൻ എവിടെയാണോ പ്രവേശിച്ചത് ആ പ്രവേശിക്കുന്ന സ്ഥലം, അവിടേക്ക് സത്യത്തോടൊപ്പം എനിക്ക് പ്രവേശിക്കാൻ സാധിക്കണം. വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ, ഞാൻ എവിടെ നിന്നാണോ പുറപ്പെടുന്നത്
ആ പുറപ്പെടുന്ന സ്ഥലത്തു നിന്ന് സത്യത്തോടൊപ്പം എനിക്ക് പുറപ്പെടാൻ സാധിക്കണം. അഥവാ സത്യമാർഗത്തിലായിരിക്കണം എൻ്റെ ജീവിതം. ഒരിക്കലും അസത്യമാർഗത്തിൽ ഒരു നിമിഷം പോലും ഞാൻ പെട്ടുപോകരുത്. ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹുവോട് പ്രവാചകൻ ആവശ്യപ്പെടുന്നു, വജഅല്ലി മില്ലദുൻക, നിന്റെ സന്നിധാനത്തു നിന്ന് സുൽത്താനൻ, എനിക്ക് അധികാരം നൽകണം. സുൽത്താനിയത്ത്, അധികാരം അല്ലെങ്കിൽ ശക്തി എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. നസീറ, അതെനിക്കൊരു സഹായമാണ്. എനിക്ക് സഹായമായിട്ട് ഒരധികാരം നീ എനിക്ക് പ്രദാനം ചെയ്യണം. അതിന് താഴെയുള്ള ആയത്തിൽ വഖുൽ, പ്രവാചകരെ താങ്കൾ പറയുക, ജഅൽ ഹഖു, സത്യം വന്നിരിക്കുന്നു, വസഹഖൽ ബാത്തിൽ, അസത്യം തകർന്നിരിക്കുന്നു, ഇന്നൽ ബാത്തില, തീർച്ചയായും അസത്യം, കാന സഹൂഖ, അത് തകരുക തന്നെ ചെയ്യും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അഥവാ ഹിജറയ്ക്ക് മുമ്പ് ഇങ്ങനെ ഒരു ആയത്ത് അവതരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് അധികാരം വേണം എന്ന് അള്ളാഹുവോട് ആവശ്യപ്പെടുമ്പോൾ അത് അധികാരത്തോടുള്ള കൊതി കൊണ്ടല്ല, തിന്മയെ ഇല്ലാതാക്കാൻ. വിശുദ്ധ ഖുർആൻ തിന്മയെ ഇല്ലാതാക്കി. പക്ഷേ ഖുർആൻ കൊണ്ട് മാത്രം തിന്മകൾ ഇല്ലാതാവുകയില്ല. നീതി, ആ നീതിപൂർവകമായ ഒരു ഭരണകൂടം, ഒരധികാര ശക്തി കൂടി അതിനാവശ്യമാണ്. മഹാനായ സ്വഹാബി ഉമർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറയുകയുണ്ടായി, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലയസഉ ബിസുൽത്താൻ, അധികാരം കൊണ്ട് തിന്മകളെ ഇല്ലാതാക്കിയിരിക്കുന്നു. മാല യസഉ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കാത്ത തിന്മകളെ അധികാരം കൊണ്ട് അള്ളാഹു ഇല്ലാതാക്കിയിരിക്കുന്നു. ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകമാണ്, അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായമാണ്. അപ്പൊ തിന്മകളെ ഇല്ലാതാക്കുക, തൗഹീദിനെ സ്ഥാപിക്കുക. തൗഹീദ് എന്ന് പറയുമ്പോൾ സമഗ്രമായ സമ്പൂർണമായ തൗഹീദാണ്. ആ തൗഹീദിനെ സ്ഥാപിക്കാൻ എനിക്ക് സുൽത്താൻ, എനിക്ക് അധികാരം ആവശ്യമുണ്ട്, നസീറ, എനിക്ക് സഹായകമായിട്ട് എന്ന് അദ്ദേഹം അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ ആസൂത്രണം നടത്തിയിട്ടാണ് ഈ പലായനം ചെയ്യുന്നത്. അതൊരു ഒളിച്ചോട്ടമല്ല. ഇസ്ലാമിനെ അതിന്റെ സമ്പൂർണതയിലേക്ക്, തൗഹീദിനെ അതിന്റെ സമഗ്രതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയാണമാണ് പലായനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ആഗ്രഹങ്ങൾ സ്വഹാബിമാരോട് പറഞ്ഞതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണെങ്കിലും ഈ പ്രത്യേക സന്ദർഭത്തിൽ നമുക്കതൊന്നുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അടികൊണ്ട പാടുകളുമായിട്ട് നബിയെ സമീപിക്കുന്നു. ഈ പാടുകളൊക്കെ നബിക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർവ പ്രവാചകന്മാരുടെ ചരിത്രം ഖബ്ബാബിനെ കേൾപ്പിക്കുന്നു. ഖബ്ബാബേ, ഇത് പുതിയ കാര്യമല്ല. അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ത്യാഗം നമ്മുടെ മുൻഗാമികൾ സഹിച്ചിട്ടുണ്ട്. ആ ചരിത്രമൊക്കെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പ്രവാചകൻ പറയുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച്, തന്റെ ആഗ്രഹത്തെ സംബന്ധിച്ച് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവോട് ഇപ്രകാരം പറയുന്നു, സൻആ മുതൽ ഹളറമൗത്ത് വരെ ഒരാൾക്കും ഒന്നിനെയും ഭയപ്പെടാതെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക സാഹചര്യം ഉണ്ടായിത്തീരണം. അതുണ്ടായിത്തീരും. അങ്ങനെ ഒരു സാമൂഹിക അവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. സൻആ മുതൽ ഹളറമൗത്ത് എന്നൊക്കെ പറയുമ്പോൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ശൈലിയാണ്. സൻആ മുതൽ ഹളറമൗത്ത് വരെ ഒന്നിനെയും ഭയപ്പെടാതെ, ആട്ടിൻ കുട്ടികളെ പിടിക്കുന്ന ചെന്നായ കൂട്ടങ്ങളുണ്ട്,
അങ്ങനെയുള്ള മൃഗങ്ങളെ മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ, മനുഷ്യരെ ഭയപ്പെടേണ്ടതില്ല. അങ്ങനെയുള്ള ഒരു സാമൂഹ്യ അവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതെൻ്റെ വിഷനാണ്, ഇതെൻ്റെ ലക്ഷ്യമാണ്. ഇതാണ് തൗഹീദിന്റെ സംസ്ഥാപനം എന്ന് പറയുന്നത്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, എല്ലാ വിവേചനങ്ങളും, എല്ലാ ജാതീയതയും, എല്ലാ വംശീയതയും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. മനുഷ്യരൊക്കെയും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. മനുഷ്യന്റെ അടിമയല്ല. മനുഷ്യൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടിമകളാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാതീയത, വംശീയത, വർഗീയത എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് എന്ന് മാത്രമല്ല, അദ്ദേഹം അത് ഇല്ലാതാക്കുകയും ചെയ്തു. നിങ്ങൾ ചരിത്രമൊന്ന് പഠിക്കുക. ലോകത്ത് ഒരുപാട് നവോത്ഥാന നായകന്മാരൊക്കെ വന്നിട്ടുണ്ട്, ചരിത്ര പുരുഷന്മാരൊക്കെ ലോകത്ത് ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ വംശീയത അല്ലെങ്കിൽ ഈ ജാതീയത, അതിനെതിരെ പ്രവർത്തിച്ച ഒരുപാട് നേതാക്കന്മാരും മഹാത്മാക്കളും നമുക്കിടയിലുണ്ട്. പക്ഷെ ജാതീയതയെ അല്ലെങ്കിൽ വംശീയതയെ ഇല്ലാതാക്കിയ ഏതെങ്കിലും ഒരു മഹാനെ ചൂണ്ടിക്കാണിക്കാൻ സാധ്യമാണ്? അവർ സംസാരിച്ചു, അവർ എഴുതി, ശരിയാണ്. പക്ഷേ പ്രയോഗ തലത്തിൽ വംശീയത ഇല്ലാതാക്കിയ ഏക മനുഷ്യനായ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. ഒരു ചരിത്രം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉന്നത കുലമഹിമയുള്ള തറവാടിത്തമുള്ള ഒരു സ്വഹാബിയാണ്. അദ്ദേഹം വെളുത്ത് സുന്ദരനാണ്. ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹു, ബിലാലാകട്ടെ കറുത്ത് കാപ്പിരിയായ നീഗ്രോ വർഗത്തിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമുഖനായ മറ്റൊരു സ്വഹാബിയാണ്. ഈ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവും ബിലാൽ റളിയല്ലാഹു അൻഹുവും തമ്മിൽ ഒരു തർക്കമുണ്ടായി. ആ തർക്കം കുറച്ച് കനത്തുപോയി. ആ സന്ദർഭത്തിൽ ദേഷ്യത്തോടെ അബൂദറുൽ ഗിഫാരി ബിലാൽ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞുപോയി, കറുത്തവളുടെ മകനെ, അഥവാ കറുപ്പുള്ളവനെ, ആഫ്രിക്കൻ വർഗത്തിൽപ്പെട്ട നീഗ്രോ വർഗത്തിൽപ്പെട്ടവനെ കറുത്തവളുടെ മകനെ എന്ന് വിളിക്കുകയുണ്ടായി. വല്ലാത്ത പ്രയാസമായി ബിലാൽ റളിയല്ലാഹു അൻഹുവിന്. അദ്ദേഹം പ്രവാചകന്റെ അടുക്കൽ ഈ പരാതി പറഞ്ഞു. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരാതി കേട്ടു, അറിഞ്ഞു. അദ്ദേഹം അബൂദറുൽ ഗിഫാരിയെ വിളിച്ചു വരുത്തി. അദ്ദേഹത്തോട് പറഞ്ഞ വാക്കുകൾ ചരിത്രം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ആ ജാഹിലിയത്തിൽ നിന്നും പൂർണ്ണമായും ഇസ്ലാമിൽ നീ പ്രവേശിച്ചിട്ടില്ലേ അബൂദറേ? ഇതാണ് പ്രവാചകന്റെ ചോദ്യം. ആ ചോദ്യം അടിവരയിട്ട് ശ്രദ്ധിക്കുക. അഥവാ ആ ജാഹിലിയത്തിൽ നിന്നും പൂർണ്ണമായും ഇസ്ലാമിലേക്ക് നീ പ്രവേശിച്ചിട്ടില്ലേ? എന്താണ് അതിന്റെ അർത്ഥം? നമസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട്, ദിക്ർ ഔറാദുകൾ കൊണ്ട്, അല്ലെങ്കിൽ ഏകനായ അള്ളാഹുവിനെ ഏകനായിട്ട് തന്നെ സമ്മതിക്കുക വഴി നമുക്കൊരു യഥാർത്ഥ മുസ്ലിമാകാൻ സാധ്യമല്ല. മനുഷ്യരായിട്ട് കാണാനും സാധിക്കണം. വംശീയ വർഗീയതകളെ നമുക്ക് ചെറുക്കാനും ഇല്ലാതാക്കാനും സാധിക്കണം. ഇങ്ങനെ അബൂദറുൽ ഗിഫാരിയോട് പ്രവാചകൻ പറഞ്ഞപ്പോ ഗിഫാരിക്ക് വലിയ സങ്കടമായി. അദ്ദേഹം നേരെ പോയത് ബിലാലിന്റെ അടുത്തേക്കാണ്. തന്റെ മുഖം താഴെ വച്ചുകൊണ്ട് ഗിഫാരി പറഞ്ഞു, ചവിട്ടു ബിലാലെ, ഈ സുന്ദരമായ മുഖത്ത് നിന്റെ കറുത്ത കാലുകൾ പതിയട്ടെ. അപ്പൊ എന്റെ മുഖത്ത് താങ്കൾ ചവിട്ടുക, ഞാൻ പറഞ്ഞ കാര്യം വലിയ തെറ്റായ ഒരു വർത്തമാനമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുക മാത്രമല്ല ചെയ്തത്, ശബ്ദിക്കുക മാത്രമല്ല ചെയ്തത്, പ്രയോഗ തലത്തിൽ വംശീയതയില്ലാത്ത ഒരു സമൂഹത്തെ അദ്ദേഹം സൃഷ്ടിച്ചു. അഥവാ ജാതീയതയില്ലാത്ത ഒരു സമൂഹത്തെ അദ്ദേഹം സൃഷ്ടിച്ചു. ഇന്നിപ്പോ നമ്മൾ കാണുന്നു, കാലം മാറി, വലിയ ടെക്നോളജിയുള്ള ആധുനിക ഒരു കാലഘട്ടമാണ്. പക്ഷെ ഇവിടെയും നമ്മൾ വംശീയത കാണുന്നു. ഇപ്പോൾ നടക്കുന്ന ഫുട്ബോൾ വേൾഡ് കപ്പിൽ വരെ വംശീയതയുടെ, വർണ്ണവെറിയുടെ ഒരു കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ വംശീയത ഇല്ലാതാക്കിയ അദ്ദേഹം, ആ വംശീയത ഇല്ലാതാക്കുക, അതിന് പ്രവാചകർക്കൊരു സാമൂഹ്യ സാഹചര്യം ആവശ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശം ആവശ്യമുണ്ട്. മക്ക അതിന് പറ്റിയതല്ല, സാധ്യമാകുന്നില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ യഥാർത്ഥ ദീനിനെ പ്രയോഗവൽക്കരിക്കാൻ മക്കയിൽ സാധ്യമല്ല. അതുകൊണ്ടാണ് മദീനയിലേക്ക് ഒരു പലായനം അദ്ദേഹം നടത്തിയത്. മദീന അതിന് പാകപ്പെട്ട ഒരു മണ്ണാണ്. ആ പാകപ്പെട്ട മണ്ണിലേക്ക് റസൂല് പോകുന്നു. അതാണ് ഈ പലായനം. ഇസ്ലാമിനെ സമ്പൂർണമായിട്ട് സ്ഥാപിക്കുക, ആ തൗഹീദിനെ സമ്പൂർണമായിട്ട് കൊണ്ടുവരിക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചത്. നിങ്ങളൊന്ന് വിശുദ്ധ ഖുർആൻ പഠിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്തുകൾ അവതരിച്ചത് മദീനയിൽ വച്ചാണ്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുപോലെ പള്ളിയുണ്ടാക്കി നമസ്കരിക്കാൻ, സംഘടിതമായിട്ട് നമസ്കരിക്കാൻ തുടങ്ങിയത് മദീനയിൽ വച്ചാണ്. മക്കയിലെ 13 വർഷക്കാലം നമസ്കാരം ഉണ്ടായിരുന്നു, പക്ഷെ അത് സംഘടിതമായിട്ടായിരുന്നില്ല. അവരവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് ആരും കാണാതെ ഒറ്റയും തെറ്റയുമായിട്ട് നമസ്കാരം നിർവഹിച്ചിരുന്നു. പക്ഷെ മദീനയിൽ വന്നപ്പോഴാണ് സംഘടിതമായി നമസ്കരിക്കാൻ തുടങ്ങിയത്, ബാങ്ക് വിളിക്കാൻ തുടങ്ങിയത്, അവർക്കൊരു പള്ളി ഉണ്ടായത്. ഇതേപോലെ മദീനയിൽ വന്ന ശേഷമാണ് വിശുദ്ധ റമദാൻ മാസത്തിലെ നോമ്പ് സംഘടിതമായിട്ട് എടുക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് റമദാൻ മാസത്തിലെ നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയിരുന്നില്ല. മദീനയിൽ വന്ന് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഈ ആയത്തുകളൊക്കെ അവതരിച്ചത്. വിശുദ്ധ റമദാൻ മാസത്തിലെ നോമ്പ് സംഘടിതമായി മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി എടുക്കാൻ തുടങ്ങിയതും മദീന പലായനത്തിന് ശേഷമാണ്. ഇനിയും നിങ്ങൾ നോക്കൂ, സക്കാത്ത്. ആ സക്കാത്ത് സംവിധാനം സംഘടിതമായി ശേഖരിക്കാനും അത് സംഘടിതമായി വിതരണം ചെയ്യാനും മുസ്ലിങ്ങൾ ആരംഭിച്ചത് മദീനയിൽ വന്ന ശേഷമാണ്. മദീനയിൽ വരുന്നതിന് മുമ്പ് സക്കാത്തിനെ സംബന്ധിച്ചുള്ള ആയത്തുകളൊക്കെ അവതരിച്ചിരുന്നു. പക്ഷേ സക്കാത്ത് ശേഖരിക്കാനോ സക്കാത്ത് വിതരണം ചെയ്യാനോ ആവശ്യമായ ഒരു സാമൂഹിക സാഹചര്യം അവർക്കുണ്ടായിരുന്നില്ല. ഇനിയും മദീനയിൽ വന്ന പലായനത്തിന് ശേഷമാണ് ഹജ്ജ് എന്ന് പറയുന്ന സംഗതി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിച്ചത് അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ 1 വർഷം മുമ്പാണ്, അഥവാ ഹിജറ 10-ാം വർഷം. അതായത് വഫാത്തിന് മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഹജ്ജ് നിർവഹിക്കുന്നത്. ആ സന്ദർഭത്തിലാണ് മക്ക വിഗ്രഹങ്ങളെ തൊട്ട് വിമോചിതയായത്. അപ്പോ ഹജ്ജ് നിർവഹണം അഥവാ ഇസ്ലാമിലെ നിർബന്ധമായ ഹജ്ജ് എന്ന ഇബാദത്ത് വരെ മദീനയിൽ വന്ന ശേഷമാണ്, പലായനത്തിന് ശേഷമാണ് മുസ്ലിങ്ങൾ നിർവഹിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒട്ടുമിക്ക ആയത്തുകളും പ്രയോഗവൽക്കരിക്കപ്പെട്ടത് മദീനയിൽ വന്ന ശേഷമാണ്. നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും അള്ളാഹുവിന്റെ ഓരോ കൽപ്പനകൾ നമുക്ക് പ്രയോഗവൽക്കരിക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? നമുക്കതിനാവശ്യമായ സാമൂഹ്യ സാഹചര്യമില്ല. അപ്പോ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനം തൗഹീദിന്റെ സമ്പൂർണമായ സംസ്ഥാപനമായിരുന്നു, സമ്പൂർണമായ പ്രയോഗവൽക്കരണമായിരുന്നു, അല്ലാതെ ഒളിച്ചോട്ടമായിരുന്നില്ല. സമ്പൂർണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം എന്ന ദീനിനെ സ്ഥാപിച്ചത്. അങ്ങനെ മാതൃകായോഗ്യമായ ഒരു രാജ്യമായിട്ട് മദീന മാറിയത് ഈ പലായനത്തിന് ശേഷമാണ്. പലായനം വലിയ ത്യാഗമാണ്. ഇന്നേ വരെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുത്തോളം ഇത്ര വലിയ ത്യാഗം സഹിച്ച, അഥവാ സ്വഹാബിമാർ ഇത്ര വലിയ ത്യാഗം സഹിച്ച മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഇട്ടെറിഞ്ഞു പോവുക അല്ലെങ്കിൽ പറിച്ചു നടുക എന്നത് വലിയ ത്യാഗമാണ്. നമുക്കത് ചരിത്രം ഇങ്ങനെ പറയാം, കേട്ട് രസിക്കാം, കേട്ട് കരയാം. പക്ഷേ സ്വന്തം ജീവിതത്തിൽ അങ്ങനെ ഒന്ന് അനുഭവിക്കുമ്പോഴാണ് ആ ഒരു ത്യാഗം നമുക്ക് ബോധ്യമാവുകയുള്ളൂ. ഉണ്ടാക്കിയ സമ്പത്ത്, ജനിച്ചു വളർന്ന നാട്, ആ സംസ്കാരത്തിൽ നിന്ന് പറിച്ചു മാറ്റപ്പെടുക എന്നത് ഏറ്റവും വലിയ ത്യാഗമാണ്. ഈ ത്യാഗം സത്യവിശ്വാസികൾ സഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം വിശ്വാസമാണ്, രണ്ടാമത്തെ കാര്യം ജിഹാദാണ്, മൂന്നാമത്തെ കാര്യം ഹിജറയാണ്, പലായനമാണ്. അത് കുറച്ചുകൂടി മലയാളത്തിൽ പറഞ്ഞാൽ വിശ്വാസം, അതേപോലെ ത്യാഗം, അതേപോലെ പലായനം. ജിഹാദ് എന്ന് പറയുമ്പോൾ ത്യാഗമാണ്. ഈ 3 സംഗതികൾ ഒരുമിച്ച് കൂടിയാൽ പിന്നെ അവരെ പരാജയപ്പെടുത്താൻ ലോകത്താർക്കും സാധ്യമല്ല. ഒന്ന് വിശ്വാസമാണ്. ഈ 2 കാര്യങ്ങൾ, ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ എല്ലാവർക്കുമുണ്ട്. ത്യാഗമുണ്ട്, പലായനമുണ്ട്. ത്യാഗവും പലായനവും, ജിഹാദും ഹിജറയും മിക്ക മതസമൂഹങ്ങൾ നടത്തിയിട്ടുണ്ട്. ലോകത്ത് വന്ന കമ്മ്യൂണിസം ജിഹാദ് ചെയ്തിട്ടുണ്ട്,
പലായനം നടത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസം ലോകത്ത് സ്ഥാപിക്കാൻ വേണ്ടി അവർ ജിഹാദ് ചെയ്തു, അവർ പലായനം ചെയ്തു. അതൊക്കെ ശരിയാ. പക്ഷെ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ലോകത്ത് മുതലാളിത്തം അഥവാ ക്യാപിറ്റലിസം അതിനെ സ്ഥാപിക്കാൻ വേണ്ടിയും ജിഹാദുണ്ട്, അതേപോലെ പലായനമുണ്ട്. അത് ഏത് ഇസമാകട്ടെ, ആ ഇസത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി ആ ഇസത്തിന്റെ വക്താക്കൾ ജിഹാദും ചെയ്യുന്നു, വേണ്ടി വന്നാൽ പലായനവും ചെയ്യാറുണ്ട്. അത് അവർക്ക് വിജയം സമ്മാനിക്കാറുണ്ട്. പക്ഷേ വിശ്വാസം കൂടി ചേരുമ്പോൾ, അതാണ് മുസ്ലിങ്ങളുടെ പ്രത്യേകത. അവിടെ ആമനു വിശ്വാസമുണ്ട്. എന്താണ് ഈ വിശ്വാസം? അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ത്യാഗം ചെയ്യാനുമുള്ള മനസ്സാണ്. അതിന്റെ പ്രതിഫലനമാണ് ഇട്ടെറിഞ്ഞു പോകാനും ഞങ്ങൾ സന്നദ്ധരാണ്. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിന്റെ ദീനാണ്. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ ആദർശമാണ്. ഞങ്ങൾ ഞങ്ങളുടെ ജീവനേക്കാൾ ഈ ആദർശത്തെ സ്നേഹിക്കുന്നു. വേണ്ടി വന്നാൽ ജീവൻ വരെ ഞങ്ങൾ ബലി കൊടുക്കാൻ സന്നദ്ധരാണ്. ആ സന്നദ്ധത, അപ്പൊ വിശ്വാസം, അതേപോലെ ജിഹാദ്, അതേപോലെ പലായനം അഥവാ ഹിജറ, ഈ മൂന്നും കൂടി ചേർന്നാൽ വിശ്വാസി സമൂഹത്തെ പിന്നെ എവിടെയും ആർക്കും പരാജയപ്പെടുത്താൻ സാധ്യമല്ല. അത്രയ്ക്ക് വലിയ കരുത്തായിട്ടത് മാറും. ഇതാണ് മുസ്ലിങ്ങൾക്ക് അവിടെ സംഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം സമുദായത്തെ വളർത്തിയെടുത്തത് അങ്ങനെയായിരുന്നു. ആദ്യം ഇറങ്ങിയ ഖുർആനിലെ ആയത്തുകൾ മക്കയിൽ 13 കൊല്ലം അവരെന്താണ് ചെയ്തത്? സംസ്കരണമായിരുന്നു. അള്ളാഹു നമസ്കരിക്കാൻ പറഞ്ഞു. നമസ്കാരത്തിന് പള്ളിയില്ലെങ്കിലും സാധ്യമാകുന്ന പോലെ നമസ്കരിക്കാൻ പറഞ്ഞു. ഈ നമസ്കാരത്തിലൂടെ ആത്മീയമായ കരുത്താണ് വിശ്വാസികൾക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പകർന്നു കൊടുത്തത്. നമ്മളും മുസ്ലിങ്ങളാണ്, നമ്മളും നമസ്കരിക്കാറുണ്ട്. സ്വഹാബിമാർക്ക് ശേഷം വന്നവർ അവർക്ക് അനുഭവിച്ച ത്യാഗം, ഇതുപോലെയുള്ള ത്യാഗ സന്നദ്ധത നമുക്കുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ആ ഒരു സന്നദ്ധത ഇല്ല എന്ന് ചോദിച്ചാൽ, നമസ്കാരത്തെയാണ് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുക. നമ്മുടെ നമസ്കാരം യഥാർത്ഥ നമസ്കാരമായിട്ടുണ്ടോ? നമ്മുടെ നോമ്പ് യഥാർത്ഥ നോമ്പായിട്ടുണ്ടോ? നമ്മുടെ ഇബാദത്തുകൾ അതിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞ് നമുക്ക് ഇബാദത്തുകളെ നിർവഹിക്കാൻ സാധ്യമായിട്ടുണ്ടോ? നമസ്കാരം തന്നെ എടുക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞ ഒരു വചനം സൂറത്ത് അൽ മആരിജിൽ ഇപ്രകാരമാണ്: ഇന്നൽ ഇൻസാന ഖുലിക ഹലുഅ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ അസ്വസ്ഥമായ ഒരു മനസ്സുമായിട്ടാണ്. ഇദാ മസ്സഹു ശർറു ജസുഅ. ഏതെങ്കിലുമൊക്കെ ആപത്ത് അവനെ പിടികൂടിയാൽ അവൻ ആകപ്പാടെ വെപ്രാളപ്പെടും. വൈദാ മസ്സഹുൽ ഖൈറു മനുഅ. ഇനി അവന് ഖൈർ, നന്മകൾ ഉണ്ടായി തീർന്നാൽ അവനത് ആർക്കും കൊടുക്കാതെ പിശുക്ക് കാണിക്കും. പക്ഷെ ഇല്ലൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർ അങ്ങനെയല്ല. നമസ്കരിക്കുന്നവർക്ക് പ്രത്യേകമായ ഒരു മാനസികാവസ്ഥയാണ്. 5 നേരം നമസ്കരിക്കുക എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. അള്ളാഹുവിന്റെ അടുക്കലേക്ക് വന്ന് കൈകെട്ടി നിന്ന് അള്ളാഹുവിനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ഏകനായ റബ്ബിന്റെ മുമ്പിൽ ശിരസ് കുനിച്ച് നമസ്കരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഫ്രഷായ ഒരു മനസ്സാണ്. ആ നമസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ ക്ലിയർ ആവുകയാണ്, എല്ലാം ഇറക്കി വയ്ക്കുകയാണ്. ആ മനസ്സിലേക്ക് ഈമാനും തഖ്വയും ശക്തിപ്പെടുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വല്ലാത്ത ഒരു സമാധാനമുണ്ട്. ആ സമാധാനവും ശക്തിയും അത് നമസ്കാരത്തിലൂടെ കിട്ടേണ്ട 2 ഫലങ്ങളാണ്. ഇതാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. മനുഷ്യരെ മൊത്തത്തിൽ പറഞ്ഞിട്ടാണ് നമസ്കരിക്കുന്നവർ അതിൽ നിന്ന് ഒഴിവാണ്. അപ്പൊ നമസ്കാരം കൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗം മാത്രമല്ല കിട്ടുക, ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ കരുത്തും പ്രതിസന്ധികളെ മറികടക്കാനുള്ള കരുത്തും സ്വബറും ഒക്കെയാണ് നമസ്കാരത്തിലൂടെ നമുക്ക് ലഭിക്കുക. അതുകൊണ്ടായിരിക്കും അള്ളാഹു പറഞ്ഞത് വസ്തഈനു ബിസ്സബ്രി വസ്സലാ. ഈ ആയത്ത് ഇറങ്ങിയ പശ്ചാത്തലം, ശത്രുക്കൾ മുസ്ലിം സമുദായത്തെ ക്രൂരമായി പീഡിപ്പിക്കുക. പരസ്യമായിട്ട് നമസ്കരിക്കാൻ പോലും പ്രവാചകർക്ക് സാധ്യമല്ല. കഅബാലയത്തിൽ ഒന്ന് പ്രവേശിക്കാൻ പോലും, അതിന്റെ ചാരത്തേക്ക് വരാൻ പോലും നബിക്ക് സാധ്യമല്ല, സ്വഹാബിമാർക്ക് സാധ്യമല്ല. ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി സ്വഹാബിമാർ പീഡിപ്പിക്കപ്പെടുന്നു. ആ സന്ദർഭത്തിലാണ് ഈ ആയത്ത്, ഞാൻ ഓതി വെച്ച ആയത്ത്, വസ്തഈനു ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. വസ്തഈനു, നിങ്ങൾ സഹായം തേടൂ, ബിസ്സബ്രി, അതിജീവനം കൊണ്ട് അഥവാ ക്ഷമ കൊണ്ട്, വസ്സലാത്തി, നമസ്കാരം കൊണ്ട്. അവിടെ നമസ്കാരം പറയുന്നു. അഥവാ അതിജീവനം എന്നത്, സ്വബർ എന്നത്, മുന്നോട്ടുള്ള പ്രയാണം എന്നത്, പിടിച്ചു നിൽക്കുക എന്നത്
നമസ്കാരം കൊണ്ട് സാധ്യമാകും. അപ്പോൾ ക്ഷമയും നമസ്കാരവുമാണ് ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടത് എന്ന് അള്ളാഹു പറയുന്നു. അത് എല്ലാവർക്കും സാധ്യമല്ല. അത് അള്ളാനെ ഭയപ്പെടുന്ന, അള്ളാനെ പേടിക്കുന്നവർക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെ ഇബാദത്തുകളെ ഒന്ന് പരിശോധിക്കണം. സ്വഹാബിമാർ അനുഭവിച്ച ത്യാഗവും അവർ ഈ മാർഗത്തിൽ സമർപ്പിച്ച സമർപ്പണവും ചരിത്രം ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. നമ്മളുടെ ജീവിതത്തെ നമ്മളൊന്ന് പുനഃപരിശോധിക്കണം. നമുക്കതിന് സാധ്യമാകുന്നില്ല. നമുക്ക് ത്യാഗസന്നദ്ധരാകാൻ പറ്റുന്നില്ല. നമുക്ക് സമ്പൂർണമായിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ സാധ്യമാകുന്നില്ല. എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല? നമ്മുടെ ഇബാദത്തുകൾ നേരെ ചൊവ്വയായിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം ചെയ്ത പണി വിശുദ്ധ ഖുർആനിൽ മക്കയിൽ അവതരിച്ച ആയത്തുകൾ, ആ 13 കൊല്ലം ഹിജ്റയ്ക്ക് മുമ്പ് അവതരിച്ച ആയത്തുകളെ ഒന്ന് പരിശോധിച്ചാൽ അതിൽ പരലോകമുണ്ട്, അതിൽ ശിർക്കിനെതിരായ വർത്തമാനങ്ങളുണ്ട്, അതിൽ നമസ്കാരത്തിന്റെ ഗൗരവം, അതിന്റെ പ്രാധാന്യമുണ്ട്, സക്കാത്തിനെ സംബന്ധിച്ചുണ്ട്, നോമ്പിനെ സംബന്ധിച്ചുണ്ട്, സമർപ്പണത്തെ സംബന്ധിച്ചുണ്ട്. അപ്പോ അള്ളാഹു ആദ്യം ചെയ്തത് സംസ്കരിക്കലാണ്, നന്നാക്കി എടുക്കലാണ്. അങ്ങനെ സംസ്കരിക്കപ്പെട്ടവർക്ക് പിന്നെ പലായനം ചെയ്യാൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകളെ അത് യഥാവിധി നിർവഹിക്കാനും അത് അതിൻ്റെ ആത്മാവിനെ ഉൾക്കൊണ്ട് ആ ഇബാദത്തുകളെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. പരലോക വിശ്വാസത്തെ ശക്തിപ്പെടുത്താനും നമുക്ക് സാധിക്കണം. പടച്ച തമ്പുരാൻ നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. പലായനവുമായി ബന്ധപ്പെട്ട ആ ഒരു ചരിത്രത്തെ മുമ്പിൽ വെച്ചുകൊണ്ടായിരുന്നു 3 ഖുതുബകൾ നിർവഹിച്ചത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ എല്ലാ വശങ്ങളെയും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പരിപൂർണമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. വീഴ്ചകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. വാഖിർ ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.